ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് മീറ്റർ അളക്കുന്നതിന്, ബിൽഡിങ്ങിൻ്റെയൊക്കെ മീറ്റർ അളക്കുന്ന പ്രൊഫഷണലായിട്ട് അളക്കുന്ന ഒരു മെഷീനാണ്. ഇതിൻ്റെ സ്ക്രൂ ഒക്കെ സാധാരണ സ്ക്രൂ അല്ല, വ്യത്യസ്തമായ സ്ക്രൂ ആണ്. സാധാരണ ഫ്ലാറ്റോ സ്റ്റാറോ ആണെങ്കിൽ ഫ്ലവർ സ്ക്രൂ ആണ്. അത് കറക്റ്റ് സ്ക്രൂ ആണെങ്കിൽ ഇത് തുറക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഇപ്പം 4 ഇതുണ്ട്. ലേസർ വെച്ചാണ് ഇത് എടുക്കുന്നത്. ലേസർ, അതിൻ്റെ സെൻസറും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. 2 ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ 4 സ്ക്രൂ നമ്മൾ അഴിച്ചു മാറ്റിയിട്ടും ഈ പ്രോഡക്റ്റ് നമുക്ക് തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ ടോപ്പ് വശത്ത് വേറെ സ്ക്രൂ ഉണ്ടെന്നോ അല്ലെങ്കിൽ ലോക്കാണെന്നോ എനിക്ക് തോന്നി. ലോക്ക് തുറക്കാൻ നോക്കി, രക്ഷയില്ല. ലോക്കല്ല, ഒത്തിരി ബലം പിടിച്ചാൽ അത് പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഐഡിയ വെച്ച്, സാധാരണ ജപ്പാൻകാരൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, പാത്ത് സ്ക്രൂ വെക്കുക എന്നുള്ളത്. മാക്സിമം തുറക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഐഡിയ വെച്ച് ഞാൻ നോക്കാൻ പോവാണ്. ഇത് ബോഷിൻ്റെ സാധനമാണ്, ജർമ്മനാണ്, അടിപൊളി പ്രോഡക്റ്റാണ്. ഇതിനൊരു 4000 രൂപയോളം ഒക്കെ വിലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റിക്കർ അവരവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ആ സ്റ്റിക്കർ ഞാൻ പതുക്കെ ഇളക്കി നോക്കുകയാണ്. അടിഭാഗം ഇളക്കി നോക്കി, രക്ഷയില്ല. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഇളക്കിയപ്പോൾ ടോപ്പിൽ 2 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ച് മാറ്റി അത് തുറക്കാൻ പറ്റില്ല. ആ സ്ക്രൂ അഴിച്ച് മാറ്റി നമ്മളിത് ഓപ്പൺ ചെയ്തതിൻ്റെ ബോർഡാണ്. ഇതിൻ്റെ ബാറ്ററി പൊട്ടി ഒലിച്ച് ഈ ബോർഡ് മുഴുവൻ ക്ലാവ് കയറി അതിൻ്റെ ഒരു റെക്ടിഫയർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ദ്രവിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ചിരണ്ടി വൃത്തിയാക്കി വേറെ റെക്ടിഫയർ എടുത്ത് ഇടാൻ വേണ്ടി നോക്കുകയാണ്. നമുക്കത് SMD ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ബോർഡ് എന്ന് പറഞ്ഞാൽ എടുത്തിട്ടാൽ മതി. ആ സെയിം തന്നെ കിട്ടണമെന്നില്ല. ഒരു ഡയോഡ് ഫങ്ഷനാണ് അത്, അതുകൊണ്ട് സെയിം തന്നെ വേണമെന്നില്ല. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് അവിടെ ക്ലാവ് കയറി എടുത്തും ദ്രവിച്ച ഭാഗങ്ങളൊക്കെ മാറ്റി നമ്മളത് സോൾഡർ അടിച്ച് അവിടെ ആ റെക്ടിഫയർ, ആ ചെറിയ കണ്ട ഒരു ചതുരത്തിലുള്ള ആ സാധനം നമ്മൾ മാറ്റിയിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യാൻ നോക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഫുൾ ബോർഡ്. ബോർഡിൽ ലേസറും മറ്റേ സെൻസറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ആക്യുറേറ്റായിട്ട് നമുക്ക് മീറ്റർ അളക്കാനുള്ള, കെട്ടിടത്തിൻ്റെയൊക്കെ അളവ് എടുക്കാനായിട്ടുള്ള ഒരു ഉപകരണമാണ്. ലേസർ ലൈറ്റ് അടിച്ചാണ് ഇത് അളക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ സ്ക്രൂ ഇട്ട് നമ്മൾ റെഡിയായോ എന്നൊന്ന് നോക്കാൻ പോവാണ്. റെഡിയാകേണ്ടതാണ്. ചിലപ്പം ആയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ബാറ്ററി പൊട്ടി ഒലിച്ചാണ്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റിനൊക്കെ എപ്പോഴും നല്ല ഡൂറാസെല്ലോ അല്ലെ പാനാസോണിക്കിൻ്റെയൊക്കെ ആൽക്കലൈൻ ബാറ്ററി കിട്ടും. അതുകൂട്ട് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ആൽക്കലൈൻ ബാറ്ററി യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു പോകും. ഈ സാധാരണ ഇപ്പോൾ നമുക്ക് 10 രൂപയ്ക്കും 15 രൂപയ്ക്ക് കിട്ടുന്ന ബാറ്ററികളെല്ലാം ലീക്ക് ചെയ്യുന്നുണ്ട്. ലീക്ക് ചെയ്ത് ഒത്തിരി റിമോട്ടും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. മറ്റേ പാനാസോണിക്കിൻ്റെ ഡൂറാസെല്ലാണ് 10 വർഷം ലീക്ക് പ്രൂഫ് വാറണ്ടിയാണ്. ആ 2 സ്ക്രൂ ആണ്, ഈ 2 ഹിഡൻ സ്ക്രൂസ്. ഒരു സ്റ്റിക്കറുണ്ട്. ആ സ്റ്റിക്കർ അങ്ങോട്ട് പൊളിച്ചെങ്കിലേ ആ സ്ക്രൂ കാണുകയുള്ളൂ. നമ്മൾ സാധാരണ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിക്കറിന് ഇച്ചിരി കട്ടിയുള്ളതുകൊണ്ട് അങ്ങനെ സ്ക്രൂ ഉണ്ടെന്ന് നമുക്ക് അറിയാനേ പറ്റത്തില്ല. കൃത്യമായിട്ടത് നമ്മൾ കണ്ടുപിടിച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് തുറക്കാനും സർവീസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അല്ലാതെ എന്ത് പണിയെടുത്താലും ഇത് തുറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നുള്ളൂ. ഇങ്ങനെ പല സെറ്റുകളിലും ഇങ്ങനെ ഹിഡൻ സ്ക്രൂകൾ വെക്കാറുണ്ട്. നമ്മളത് തപ്പിയെടുക്കാൻ ചിലപ്പോൾ പാടുപെടും. അത് നോക്കാതെ നമ്മളത് ലോക്കാമെന്നോർത്ത് തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ പോയ പ്രോഡക്റ്റ് മാറി ക്ലിയർ ചെയ്ത് സ്ക്രൂ ഇട്ട് അടച്ചതിന് ശേഷം നമ്മൾ ബാറ്ററി ഇട്ട് നോക്കാൻ പോവാണ്. 1.5 2 ബാറ്ററിയാണ്. ഓക്കെ, സാധനം ഓണായിട്ടുണ്ട്. അടിപൊളിയാണ്. അതിൽ ലൈറ്റൊക്കെ ഉള്ളതാണ്. ഡിസ്പ്ലേ ലൈറ്റ് ഉണ്ട്. അത് ഓണാക്കുന്ന സമയത്ത് കണ്ടോ, ലേസർ വന്നു. ആ റെഡ് കളറിൽ കാണുന്ന ലേസറാണ്. ആ ലേസർ നമ്മൾ അളക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ആ ലേസർ ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഓടിച്ചാൽ മാത്രം മതി. അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ അളവ് നമുക്ക് ഇതിൽ കൃത്യമായിട്ട് അളവ് ഇതിലളന്ന് കാണിച്ചു തരും. അതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഉപയോഗം. അപ്പോൾ നമുക്കൊരു പ്ലിൻ്റ് ഏരിയയോ മറ്റേ വീടിൻ്റെ വിസ്തീർണമോ കാര്യങ്ങളോ ഒക്കെ അളക്കണമെന്നുണ്ടെങ്കിൽ മീറ്ററും ടേപ്പും ഒന്നും പിടിച്ചു പോകേണ്ട. ഏതാണ്ട് 0.615 ആണ് നമുക്ക്. കണ്ടോ, അത് വന്നു. അത് സേവ് ചെയ്തു. ഇനി അടുത്ത അതിൻ്റെ നീളവും വീതിയും എല്ലാം നമുക്ക് അതുപോലെ തന്നെ അളക്കാം. അളത്തിട്ട് അത് ഇൻറ്റു ചെയ്യുകയോ കാൽക്കുലേറ്റ് ചെയ്തോ ഒക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ്. അപ്പോൾ അത് സർവീസ് ചെയ്യാൻ കിട്ടിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ച് പരിചയപ്പെടുത്താമെന്നുള്ളൊരു സന്തോഷത്തിൽ നമ്മൾ കാണിച്ചെന്നുള്ളേ ഉള്ളൂ. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ആമസോണിൽ ഞാൻ നോക്കിയപ്പോൾ കണ്ടു. ബോഷിൻ്റെ ആണ്. ഇങ്ങനെ വില കുറഞ്ഞ സാധനങ്ങളുണ്ട്.
പിന്നെ ഇത് 40 മീറ്റർ വരെ GLM 40 എന്നാണ് ഇതിൻ്റെ നമ്പർ. അപ്പോൾ 40 മീറ്റർ വരെ നമുക്ക് ഒറ്റയടിക്ക് അളക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണിത്. പിന്നെ ഇതിൻ്റെ കൂടിയത് 60 മീറ്റർ 80 മീറ്ററിൻ്റെയൊക്കെ ഉണ്ട്. അതനുസരിച്ച് അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും. ഇതാണ് GLM 40 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അപ്പം ബോഷിൻ്റെ GLM 40 പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റിൻ്റെ സർവീസ് വീഡിയോ ആണ് നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പം ഇത് എല്ലാവരും കണ്ടു കാണും ഈ പ്രോഡക്റ്റ്. ഞാനധികം ഒന്നും കണ്ടിട്ടില്ല ഈ സാധനം. ഇതിപ്പോൾ നമ്മുടെ ഒരു ഫീൽഡിൽ ആവശ്യമുള്ള സാധനമല്ലല്ലോ. നമ്മുടെ ഒരു പഴയ കസ്റ്റമറാണ്. അപ്പോൾ പുള്ളി രണ്ടൊക്കെ കാണിച്ചിട്ട് അത് തുറക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാധനം നമ്മൾ പിടിച്ച് റെഡിയാക്കിയതിൻ്റെ വീഡിയോ നമുക്ക് ഒന്നിട്ട് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. അതാണ് ബോഷിൻ്റെ നമുക്ക് അളക്കുന്ന ലേസർ വെച്ച് അളക്കുന്ന ലേസർ മെഷറിംഗ് മെഷീൻ. അപ്പം ലൈറ്റൊക്കെ ഉള്ളതാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്യുക. ഇതാണ് എൻ്റെ ലേസർ കാണിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.